അക്രമം എന്നുള്ളതല്ല. അത് ഫ്ലെക്സുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. നമ്മുടെ പാർട്ടിയെ കുറിച്ചൊന്നും നിങ്ങളെ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിൽ നമുക്ക് പല നേതാക്കന്മാരെ ഇഷ്ടമുണ്ടാവും. ആ നേതാക്കന്മാരുടെ പേര് പറയാനും അവരുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കാനും ഇനി അവരുടെ പേരിൽ ഒരു ഫ്ലെക്സ് വെക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്, നാളുകളിലുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ സൗന്ദര്യം അത് തന്നെയാണ്. എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടെങ്കിലും എൻ്റെ പാർട്ടിയിലും വേണ്ടി വന്നാലൊന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ പാർട്ടി നമുക്ക് തരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ എല്ലാവരും പല കുറവുകൾ നിങ്ങൾക്ക് പാർട്ടിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നത്. അതൊരു സ്വാതന്ത്ര്യമുള്ള അഭിപ്രായമുള്ള പാർട്ടിയാണ്. അപ്പോൾ ചില നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകരുണ്ട്, അവർ ആ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറമായിട്ട് അതിന്റെ പേരിലൊരു പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെയല്ല, ഇത് നമുക്ക് അത് പല സ്നേഹപ്രകടനങ്ങളും കാണുമല്ലോ. അപ്പൊ അതൊക്കെ അതിൻ്റെതായ പ്രാധാന്യം കണ്ടാൽ മതി. പിന്നെ ആരും വെക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ കീറുന്നതിന് ഞാൻ എതിരാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫ്ലെക്സുകൾ ആര് വേണമെങ്കിലും വെക്കട്ടെ, പക്ഷെ അത് കീറിക്കളഞ്ഞ് മറ്റൊരു ഫ്ലെക്സ് വെക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു നേതാവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ആ നേതാവിനെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നു. അത് ആർക്കും പറയാം, എന്തും പറയാം. പക്ഷേ മറ്റൊരു നേതാവിനെ പരസ്യമായി വിമർശിക്കുകയും അല്ലെങ്കിൽ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഞാൻ എതിരാണ്.